ഞങ്ങൾ അവിടെ ചെന്ന് അന്ന് തന്നെ എന്നെ അവിടെ അഡ്മിറ്റ് ആക്കുകയും 3-ൻ്റെ അന്ന് എൻ്റെ സർജറി കഴിഞ്ഞു. പക്ഷേ ആ സർജറി കഴിഞ്ഞ് ഒരു ബയോപ്സി കഴിച്ചപ്പം പറഞ്ഞു അതിൻ്റെ റിസൾട്ട് 3 ആഴ്ച കഴിഞ്ഞ് മേടിക്കാൻ വന്നപ്പം പറഞ്ഞു അമ്മ ഇതിന് ആരംഭമാണ്, പക്ഷേ പേടിക്കേണ്ട, ബയോപ്സി റിപ്പോർട്ടും പ്രകാരം ഇനിയുള്ള ചികിത്സ ഇവിടെ തന്നെ ഗ്യാസ്ട്രോ വഴിയാണെന്ന് പറഞ്ഞു. 3 മാസം കൂടുമ്പോൾ ഗ്യാസ്ട്രോ വഴി ഇത് കരിച്ചു കളയാമെന്ന് പറഞ്ഞു. 2 പ്രാവശ്യത്തെ ട്രീറ്റ്മെൻറ്റ് കോട്ടയത്ത് നടത്തി. 3ാമത്തെ ഇത് നടത്തുന്നതിന് മുമ്പ് ആ ഡോക്ടർമാർ പറഞ്ഞു ഇനിയൊരു സാധ്യത ഗ്യാസ്ട്രോ വഴി ചെയ്യാൻ പറ്റത്തില്ല, അഥവാ ഇനി ഇത് വീണ്ടും വരുവാണെങ്കിൽ വണ്ടാനം മെഡിക്കൽ കോളേജിൽ പറഞ്ഞ ആ ഒരു സർജറിയെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാനിവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തു. എൻ്റെ അമ്മ ഇനി എനിക്ക് താങ്ങാൻ പറ്റത്തില്ല, അമ്മ ഞാൻ ഉടമ്പടി എടുക്കുവാണ്. ഞാൻ ഇനി ഈ ഒരു റിപ്പോർട്ടും പ്രകാരം എനിക്ക് ആശുപത്രിയിൽ ചെല്ലുമ്പം എനിക്ക് ആ ഒരു സർജറി ആണെങ്കിൽ എന്നെ ചെയ്യിപ്പിക്കരുതേ എന്നുള്ള രീതിയിൽ പോയി. എൻ്റെ റിപ്പോർട്ട് വരികയും ആ ബയോപ്സി റിപ്പോർട്ടും കൊണ്ട് ഒ.പിയിൽ ചെന്ന് എനിക്ക് എങ്ങനെ ഇത് പറയണമെന്ന് അറിയില്ല. മെയ്ക്ക് കൂടിയൊന്നും പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. എനിക്ക് ഇവിടുന്ന് കിട്ടിയ കാശ് രൂപവും മാതാവിൻ്റെ ഫോട്ടോയായിട്ടാണ് ഞാൻ ഒ.പിയിൽ ചെന്നത്. ഈ റിപ്പോർട്ട് മേടിച്ച ഡോക്ടർ എന്നോട് ഒന്നേ പറഞ്ഞുള്ളൂ, അമ്മ ഇതിൻ്റെ അകത്തൊന്നും തന്നെ ഇല്ല, ഇനി അമ്മ ചികിത്സയ്ക്കായിട്ട് ഇനി ഇങ്ങോട്ട് വരണ്ട, ധൈര്യമായിട്ട് പോക്കുമെന്ന് പറഞ്ഞു. ഞാൻ ആ ഫോട്ടോ എൻ്റെ നെഞ്ചോട് ചേർത്ത് ഞാൻ അവിടെ ഇരുന്ന് വാവിട്ട് നിലവിളിച്ചു. അന്ന് ആ ഡോക്ടർ എന്നോട് പറഞ്ഞു ഇവിടെ വരുന്ന 3ാമത്തെ ആളാണ് കൃപാസനം അമ്മയിലൂടെ എൻ്റെ